കുട്ടികൾക്ക് നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഓവറാൾ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക്കിൻ്റെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ്, അതായത് ചാപ്റ്റർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് എന്താണ്, അതിലെന്താണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അത് ഏതൊക്കെ റിയാക്ഷൻസ്, കുറച്ച് നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലെടുക്കാം. സോ ഞാൻ ഇന്ന് ആദ്യം എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് ആണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 2-3 നെയിംഡ് റിയാക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിയാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ നെയിംഡ് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 1 മാർക്കോ 2 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നെയിംഡ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ നെയിംഡ് റിയാക്ഷൻസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റിയാക്ഷൻസിലോട്ട് പോകാം. നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ള നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാനുള്ള നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. സാൻമേഴ്സ് റിയാക്ഷൻ, ഈ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ സാൻമേഴ്സ് റിയാക്ഷൻ. സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് അനിലീൻ NH2, ബെൻസീൻ റിങ്ങിനകത്ത് NH2 വരുന്നതിനെ വിളിക്കുന്ന പേരാണ് അനിലീൻ. സോ നമ്മൾ അനിലീൻ എടുക്കുന്നു, എന്നിട്ട് NaNO2 പ്ലസ് HX, സോഡിയം നൈട്രൈറ്റ്. ഇത് സോഡിയം നൈട്രൈറ്റ് ആണ്. സോഡിയം നൈട്രൈറ്റും ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഹാലൈഡ് HX ആണ്. സോ സോഡിയം നൈട്രൈറ്റും ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് N2 പ്ലസ് X മൈനസ്. ഇതാണ് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിനെ വിളിക്കുന്ന പേര് ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്നാണ്. ഓക്കെ, ബെൻസീൻ ഡയസോണിയം സാൾട്ട്. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ സാൻമേഴ്സ് റിയാക്ഷൻ കിട്ടണമെങ്കിൽ ഈ ബെൻസീൻ ഡയസോണിയം സാൾട്ടിൽ നിന്ന് വേണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ അവർ എന്താണ് സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് ചോദിക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അനിലീൻ, ഈ ബെൻസീൻ റിങ്ങിനകത്ത് NH2 വരുന്നതിനെ വിളിക്കുന്ന പേര് അനിലീൻ എന്നാണ്. സോ അനിലീനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ അനിലീൻ എടുക്കുന്നു, അതിനകത്തോടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? NaNO2 HX, NaNO2 HX ആഡ് ചെയ്യും. സോഡിയം നൈട്രൈറ്റും ഹൈഡ്രജൻ ഹാലൈഡും ആഡ് ചെയ്യുന്നു, നമുക്ക് N2X- കിട്ടുന്നു. ഇനി ഈ N2X- ഈ N2 ഇങ്ങോട്ട് എഴുതാം. ഈ N2X- ഞാൻ Cu2X2 കോപ്പർ ഹാലൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. Cu2X2 അല്ലെങ്കിൽ കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുപ്രസ് ഹാലൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിന് മുകളിനകത്ത് ആ ഹാലജൻ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പം നിങ്ങൾ ഈ റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കണ്ണ് ഇതിലൊന്നും അല്ല പോകേണ്ടത്, നിങ്ങളുടെ കണ്ണിൽ ഇതിലാണ് പോകേണ്ടത്. ഹൗ വിൽ യു കൺവേർട്ട് അനിലീൻ ടു ഒന്നില്ലെങ്കിൽ ക്ലോറോബെൻസീൻ. എങ്ങനെ അനിലീന് ക്ലോറോബെൻസീൻ ആക്കാം? താണ്ട അനിലീൻ. ഈ ഹാലജന് പകരം, ഇവിടെ എടുക്കുന്ന ഹാലജന് പകരം ക്ലോറിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ എക്സിന് പകരം ആര് വരും? ക്ലോറിൻ വരും. അപ്പോൾ ഇവിടെയും എക്സിന് പകരം ആരെ എടുക്കുക? കുപ്രസ് ഹാലൈഡിന് പകരം കുപ്രസ് ക്ലോറൈഡിനെ എടുക്കുക. കുപ്രസ് ക്ലോറൈഡ് നമുക്ക് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും? ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് എന്ത് കിട്ടും? ക്ലോറോബെൻസീൻ കിട്ടും. നമ്മളുടെ കണ്ണിൽ വരേണ്ടത് ഇതാണ്. എങ്ങനെയാണ് അനിലീനെ ക്ലോറോബെൻസീനാക്കി കൺവേർട്ട് ചെയ്യുന്നത്? അനിലീനെ ക്ലോറോബെൻസീനാക്കി കൺവേർട്ട് ചെയ്യുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ വഴിയാണ്. സോ സാൻമേഴ്സ് റിയാക്ഷൻ നമ്മൾ അനിലീൻ എടുക്കുന്നു, NaNO2 സോഡിയം നൈട്രൈറ്റും ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇപ്പം അനിലീൻ ടു ഫ്ലൂറോബെൻസീൻ ആണെങ്കിൽ ഇവിടെ എല്ലാം Cl പകരം എല്ലായിടത്തും എന്ത് കൊടുക്കുക? ഫ്ലൂറിനെ കൊടുക്കുക. അപ്പം നമുക്ക് കൺവേർഷനും ചോദിക്കാം, കൺവേർഷൻ ആയിട്ടും ചോദിക്കാം, സാൻമേഴ്സ് റിയാക്ഷൻ ആയിട്ടും ചോദിക്കാം.
സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ റിയാക്ഷൻ പഠിക്കാനായിട്ട്. രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ എന്താണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അനിലീനെ ക്ലോറോബെൻസീനോ ഫ്ലൂറോബെൻസീനോ അയഡോബെൻസീനോ ബ്രോമോബെൻസീനോ ആക്കി കൺവേർട്ട് ചെയ്യാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഈ ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ നമുക്ക് ഒരുപാട് റിയാക്ഷനിൽ ആവശ്യമായിട്ടുള്ള ആളാണ്. ഇതാണ് ആക്ച്വലി റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം സാൾട്ട് എന്തായിട്ട് മാറുന്നു? ക്ലോറോബെൻസീനായിട്ട് മാറുന്നു. ഇതാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, അതിനാദ്യം നമ്മൾ ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഉണ്ടാക്കണം. അതിൽ അനിലീനകത്തോട്ട് നമ്മൾ സോഡിയം നൈട്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി വേറൊരു കേസ്, ഈ ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഇല്ലേ, അതായത് N2+Cl-, ഈ സെയിം ആൾ, ഇതിനകത്തോട്ട് നമ്മൾ കോപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോഴും എന്ത് തന്നെ കിട്ടും? ക്ലോറിൻ തന്നെ കിട്ടും. മാറ്റമൊന്നുമില്ല, അപ്പോഴും നമുക്ക് ക്ലോറിൻ തന്നെ കിട്ടും. പക്ഷെ റിയാക്ഷനെ വേറൊരു പേരാണ് വിളിക്കുന്നത്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഗട്ടർമാൻസ് റിയാക്ഷൻ. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ്. സെയിം അനിലീൻ എടുക്കുന്നു, ഓക്കെ, അനിലീൻ എടുക്കുന്നു, NaNO2HCl, NaNO2HCl, Na+HCl രണ്ടും സെയിം തന്നെ, റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടുന്നു, കോപ്പർ പൗഡറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, ക്ലോറോബെൻസീനെ കിട്ടുന്നു, കുപ്രസ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, ക്ലോറോബെൻസീനെ കിട്ടും. പക്ഷെ ഇവിടം വരെ രണ്ടുപേർക്ക് സെയിമാണ്. ഇത് കഴിഞ്ഞിട്ട് കോപ്പറിന്റെ തന്നെ ക്ലോറൈഡ് എടുക്കുന്നു, വെറും കോപ്പറിന്റെ പൗഡർ എടുക്കുന്നു. പക്ഷെ കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം, പക്ഷെ റിയാക്ഷന്റെ പേര് വ്യത്യാസം. സാൻ മേയേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ഗട്ടർമാൻസ് റിയാക്ഷൻ. അപ്പൊ അനിലീനെ ക്ലോറോബെൻസീനാക്കി കൺവേർട്ട് ചെയ്യാൻ രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. സാൻ മേയേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻസ് റിയാക്ഷൻ. രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. പേര് വേണമെങ്കിൽ ചോദിക്കാം. രണ്ട് നെയിം റിയാക്ഷൻ ആയി സാൻ മേയേഴ്സും ഗട്ടർമാനും. പേര് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അനിലീനെ ക്ലോറോബെൻസീനാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഇനി ഒരു റിയാക്ഷനോട് നമുക്കിതിനകത്ത് പെൻഡിങ് ഉണ്ട്. അത് ഒരു നെയിംഡ് റിയാക്ഷൻ ഒന്നും അല്ല, എന്നാലും നമുക്ക് നോർമലി എക്സാമിന് ചോദിക്കുന്ന റിയാക്ഷനാണ്. അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ Ki, പൊട്ടാസ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയഡോബെൻസീൻ കിട്ടും. നോർമലി ബെൻസീൻ്റെ മുകളിൽ അങ്ങനെ അയഡിൻ വരാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ വലിയ ആറ്റമാണ്. അതുകൊണ്ട് ബെൻസീൻ വലിയ ആറ്റത്തെ ഹൈഡ്രജന് പകരം ഉൾക്കൊള്ളിക്കില്ല. കാരണം ഹൈഡ്രജൻ കുഞ്ഞാറ്റമാണ്. അതിന് പകരം വേറൊരു വലിയ ആറ്റത്തെ ഹൈഡ്രജൻ പിടിച്ചിരുത്തത്തില്ല. പക്ഷെ നമുക്ക് അയഡോബെൻസീനെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ക്ലോറിന് പകരം അയഡിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അയഡിൻ വരത്തില്ല. അതിനൊക്കെ ഇവിടെ അയഡിനാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അയഡിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. അയഡിൻ വലിയ ആയിട്ട് ബെൻസീൻ അയഡിനെ പ്രിഫർ ചെയ്യില്ല. പക്ഷെ നമുക്ക് നിർബന്ധിച്ച് പൊട്ടാസ്യം അയഡൈഡ്, അതായത് ഇവിടം വരെ ചെയ്തിട്ട് ഇവിടെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് അനിലീനെ എങ്ങനെ അയഡോബെൻസീൻ ആക്കാം. അപ്പം ഈ റിയാക്ഷനും നിങ്ങൾ എഴുതിയിട്ട് തെറ്റാം. കാരണം നമുക്ക് അയഡോബെൻസീൻ ഇവരിൽ രണ്ടുപേരിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അയഡോബെൻസീനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ NaNO2HCl എടുക്കുക. അപ്പോൾ ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. ഇതിനെ കൊണ്ടുവന്നിട്ട് ആരുമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുക? Ki, പൊട്ടാസ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് അയഡോബെൻസീൻ കിട്ടും. ബാക്കി ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാൻ മേയേഴ്സ് റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും യൂസ് ചെയ്യാം. അപ്പം അനിലീനെ ക്ലോറോബെൻസീൻ ആക്കാനും ബ്രോമോബെൻസീൻ ആക്കാനും സാൻ മേയേഴ്സും ഗട്ടർമാനും, അനിലീനെ അയഡോബെൻസീൻ ആക്കാനായിട്ട് Ki-യുമായിട്ടുള്ള റിയാക്ഷൻ. ഇങ്ങനെ 3 റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടൈപ്പ് റിയാക്ഷൻസ് ആണ്. അതിൽ നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, RH ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. എന്നിട്ട് ഇതിനെ സോഡിയം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. സോഡിയം അയഡൈഡ് നമുക്ക് ആൽക്കൈൽ അയഡൈഡ് കിട്ടും. ഇതാണ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. അതായത് ഈ അയഡിൻ എന്ന് പറയുന്നത് വലിയ ആറ്റം ആയതുകൊണ്ട് നോർമലി എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജൻ ആണ്. ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും അയഡിനും വരാം. പക്ഷെ അയഡിനും ക്ലോറിനും അങ്ങനെ വരുത്തില്ല. അതിൻ്റെ റീസൺ
അയഡിൻ ഒരു വലിയ ആറ്റമാണ്, ഫ്ലൂറിൻ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പം നോർമലി ആൽക്കൈൽ ഗ്രൂപ്പുകൾക്ക് പകരമാണ് നമ്മൾ 6 കൊടുക്കുന്നത്. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകൾ അയഡിനെയോ ഫ്ലൂറിനെയോ ഉൾക്കൊള്ളത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ നിർബന്ധിച്ച്, നമ്മൾ നേരത്തെ ബെൻസീനകത്ത് ചെയ്തില്ലേ, അതേ കണക്ക് സോഡിയം അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യിപ്പിച്ച് പൊട്ടാസ്യം അയഡൈഡ്, അതിനൊക്കെ നിർബന്ധിച്ച് നമ്മൾ ഇവരെ ഉൾക്കൊള്ളിക്കണം. അത് കണക്ക് അയഡിനെ നിർബന്ധിച്ച് ഉൾക്കൊള്ളിക്കുന്ന റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അതിലൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ഈ ഹാലജന് പകരം ആൽക്കൈൽ ഗ്രൂപ്പിന് പകരം ഞാൻ CH3 എടുക്കുകയാണ്, ഹാലജന് പകരം ക്ലോറിൻ എടുക്കുകയാണ്. എനിക്ക് ക്ലോറിൻ വേണ്ട, എനിക്കവിടെ അയഡിനാണ് വേണ്ടത്. അപ്പം ഞാൻ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുക, NaI ട്രീറ്റ് ചെയ്യിപ്പിക്കുക. എനിക്ക് എന്ത് കിട്ടും? CH3I കിട്ടും. ഇതാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിനെ, ഹാലൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാകാം? ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. ആൽക്കൈൽ ക്ലോറൈഡിനെയോ ആൽക്കൈൽ ബ്രോമൈഡിനെയോ ആൽക്കൈൽ അയഡൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. നേരത്തെ പഠിച്ച അനിലീൻ ടു ഹാലോ അറൈൽ ഹാലൈഡ് ആണ്, അതായത് ക്ലോറോബെൻസിൻ, ബ്രോമോബെൻസിൻ, അയഡോബെൻസിൻ, ഫ്ലൂറോബെൻസിൻ. ഇവിടെ അറൈൽ, അതായത് ആൽക്കൈൽ അയഡൈഡ് ആണ്. ബെൻസിറിങ്ങിനകത്തല്ല, ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ അയഡിൻ വേണം. ഇനി ഒരു റിയാക്ഷൻ കൊണ്ട് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷനിൽ കണക്ക് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, RX. ആരൊക്കെയാകാം? ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം. ഞാൻ എന്തിനെ കൊണ്ടുവന്നു? അയഡിനെ, എനിക്ക് ഫ്ലൂറിനെ കൊണ്ടുവരണം. ഞാൻ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു? AgF2 സിൽവർ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഈ സിൽവർ ഫ്ലൂറൈഡ് ഒരു എക്സലന്റ് ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഫ്ലൂറിനെ സപ്ലൈ ചെയ്ത് കൊടുക്കും. സോ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ RF വേണ്ട, RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഫ്ലൂറൈഡ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിനെ എന്താക്കി മാറ്റുന്നു? ആൽക്കൈൽ ഫ്ലൂറൈഡ് ആക്കി മാറ്റും. അപ്പം ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ അയഡിനെ കിട്ടാനും ഫ്ലൂറിനെ കിട്ടാനും സെപ്പറേറ്റ് റിയാക്ഷൻ ഉണ്ട്. AgF2 മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ COF2 ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്. AgF2 അല്ല AgF ആണ് കേട്ടോ, സിൽവർ ഫ്ലൂറൈഡ്. അപ്പം ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ്. നമ്മളിപ്പം ഒന്നാമത്തെ നെയിം റിയാക്ഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചെന്ന് പറയുന്നത് ഗട്ട്രമാൻ റിയാക്ഷൻ പഠിച്ചു. ദെൻ രണ്ടാമത്തത് സാൻമേയേഴ്സ് റിയാക്ഷൻ അല്ലേ. ഇപ്പം പഠിച്ച മൂന്നാമത്തെ റിയാക്ഷൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഓക്കെ, നാലാമത് പഠിച്ചത് സ്വാർട്സ് റിയാക്ഷൻ. എല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗട്ടർമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അനിലീനെ എന്താക്കി മാറ്റുന്നു? ഹാലോബെൻസിൻ ആക്കി മാറ്റുന്നു. സാൻമേയേഴ്സും അനിലീനെ ഹാലോബെൻസിൻ ആക്കി മാറ്റുന്നു. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡുകളെ ആൽക്കൈൽ അയഡൈഡ് ആക്കുന്നു. സ്വാർട്സ് റിയാക്ഷൻ ആൽക്കൈൽ ഹാലൈഡുകളെ ആൽക്കൈൽ ഫ്ലൂറൈഡുകളാക്കുന്നു. തിരിഞ്ഞു പോയത് ഈ 4 റിയാക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും വരുന്നുണ്ട് നെയിംഡ് റിയാക്ഷൻസ്. അടുത്ത നെയിംഡ് റിയാക്ഷനിലോട്ട് പോകാം നമുക്ക്. അപ്പം 4 എണ്ണമായി. അഞ്ചാമത്തെ നെയിംഡ് റിയാക്ഷൻ ആണ് ഇവിടെ. അഞ്ചാമത്തെ നെയിംഡ് റിയാക്ഷൻ ഇറ്റ്സ് വില്യംസൺ ഈതർ സിന്തസിസ്. വില്യംസൺ ഈതർ സിന്തസിസിൽ നമ്മൾ RX എടുക്കുന്നു, ആൽക്കൈൽ ഹാലൈഡ് RX. ദെൻ അയാളെ നമ്മൾ RONA സോഡിയം എത്തോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. സോഡിയം എത്തോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ROR. ഈ O വരുന്ന ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഈതർ. സോ സോഡിയം ആൽക്കോക്സൈഡ്, ഇതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ആൽക്കോക്സൈഡ്. എക്സാമ്പിൾ ഞാൻ എഴുതി കാണിക്കാം. CH3Cl പ്ലസ് CH3ONA കണ്ടോ, ONA. ഈ എണ്ണയും Cl കൂടെ കമ്പൈൻ ചെയ്ത് ആര് പുറത്തു പോകും? NaCl മൈനസ് NaCl പുറത്തു പോകും. CH3OCH3 ഇതാണ് CH3OCH3. ഈ O ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഈതർ. സോ ഈതറുകളെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ വില്യംസൺ ഈതർ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്.
അഞ്ചാമത്തെ റിയാക്ഷൻ വില്യംസൺ ഈതർ സിന്തസിസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ പ്രിപ്പയർ ചെയ്യുന്ന? ഈതറിനെ പ്രിപ്പയർ ചെയ്യാൻ സോഡിയം ആൽക്കോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ആറാമത്തെ റിയാക്ഷൻ ഇറ്റ്സ് ഹോഫ്മാൻസ് റിയാക്ഷൻ. ഹോഫ്മാൻസ് റിയാക്ഷൻ. സോ ഹോഫ്മാൻസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിയാക്ഷൻ എഴുതാം. RX NH3യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. NH3 ഇറ്റ്സ് RNH2 പ്ലസ് R2NH പ്ലസ് R3N പ്ലസ് R4N പ്ലസ് X മൈനസ്. ഇതാണ് ഹോഫ്മാൻസ് റിയാക്ഷൻ. അതായത് RX ആൽക്കൈൽ ഹാലൈഡുകളെ അമോണിയമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ NH3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ, ക്വാട്ടേണറി അമീൻ എല്ലാവരെയും കിട്ടും. ഇതാണ് ഹോഫ്മാൻസ് റിയാക്ഷൻ. പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും ക്വാട്ടേണറിയും ഒക്കെ കിട്ടും. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ CH3Cl പ്ലസ് NH3 നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് അറിയാമോ? ആദ്യം CH3NH2 കിട്ടും, പ്രൈമറി അമീൻ കിട്ടും. ദെൻ CH3 ട്വൈസ് NH. ഈ NH വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. NH2 വരുന്നതിന് പ്രൈമറി സെക്കൻഡറി പ്ലസ് CH3 ത്രൈസ് N ടെറിഷറി പ്ലസ് CH3 4 ടൈംസ് N പ്ലസ് X ആരാ? Cl മൈനസ്. ടെറിഷറിയും കിട്ടും, ക്വാട്ടേണറി എല്ലാം കിട്ടും. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടേണറി എല്ലാം കിട്ടും. ഇതാണ് ഹോഫ്മാൻസ് റിയാക്ഷൻ. സോ ആറാമത്തെ റിയാക്ഷൻ ഹോഫ്മാൻസ് റിയാക്ഷൻ. ഹോഫ്മാൻസ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഏഴാമത്തെ റിയാക്ഷൻ ഹൻസ് ഡിക്കർ റിയാക്ഷൻ. ഹൻസ് ഡിക്കർ റിയാക്ഷൻ ഇതാണ്. ആൽക്കൈൽ ഹാലൈഡ് on reaction with the silver salt of halide carboxylic acid we get RCOOR plus AgX. അതായത് എസ്റ്ററിനെ കിട്ടും. എസ്റ്ററിനെ കിട്ടും. അതായത് ആൽക്കൈൽ ഹാലൈഡുകൾ നമുക്ക് എസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൻസ് ഡിക്കർ റിയാക്ഷൻ. 7 റിയാക്ഷൻ ആയ നെയിംഡ് റിയാക്ഷൻ ഹൻസ് ഡിക്കർ റിയാക്ഷൻ. ഓരോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൽക്കൈൽ ഹൈഡ്രോ ഫോർ എക്സാമ്പിൾ CH3Br ഒരു ആൽക്കൈൽ ഹൈഡ്രോ എടുക്കുന്നു, ഒരു സിൽവർ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് CH3COOH. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഈ Agയും Br കൂടെ ചേർന്ന് ആര് പുറത്തു പോകും? AgBr പുറത്തു പോകും. AgBr. പിന്നെ എന്തൊക്കെയുള്ള CH3 അല്ലെ? CH3COO അതിൻ്റെ കൂടെ ആരും കൂടെ വരും? CH3 കൂടെ വരും. ഈ COO ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. സോ നമുക്ക് എസ്റ്ററിനെ കിട്ടും. ഇത് ഈതറാണ്, ഇത് എസ്റ്ററാണ്. ഈതറിനെ പ്രിപ്പയർ ചെയ്യുന്നത് വില്യംസൺ ഈതർ സിന്തസിസ് ആണ്. എസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഹൻസ് ഡിക്കർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയിംഡ് റിയാക്ഷൻസ് പിന്നെ വരുന്നത് ഇറ്റ്സ് വുഡ്സ് റിയാക്ഷൻ ആണ്. എട്ടാമത്തെ റിയാക്ഷൻ ഇവിടെ എഴുതാമേ. എട്ടാമത്തെ റിയാക്ഷൻ ഇറ്റ്സ് വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, ഞാനിവിടെ എഴുതുന്നു WURTZ വുഡ്സ് റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ വി ഗെറ്റ് ആൽക്കൈൻസ്. നമ്മളിത് +1 പഠിച്ചതാണ്. +1 ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ CH3Cl സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ. നമുക്ക് എന്ത് കിട്ടുന്നു? ഈ CH3 തന്നെ 2 എണ്ണം വരും. CH3 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് വുഡ്സ് റിയാക്ഷൻ. ഇറ്റ്സ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബെൻസീനകത്തുള്ള ഹാലജൻ എടുക്കുന്നു. അയാളെ നമ്മൾ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു RX. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് ഈ ബെൻസീന് മുകളിൽ R ഗ്രൂപ്പ് വരും. ഇതാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇനി അടുത്തത് വുഡ്സ് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ,
ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. ഫിറ്റിക് റിയാക്ഷൻ ഇവിടെ എഴുതാം. ഓക്കെ, എല്ലാം കൂടെ തിരിഞ്ഞു പോകല്ലേ. ഓക്കെ, ഇതിപ്പം എത്രാമത്തെ റിയാക്ഷനാണ്? 9ാമത്തെ റിയാക്ഷനാണ്. ഇനി 10ാമത്തെ റിയാക്ഷനാണ്. 9ാമത്തെ റിയാക്ഷൻ വുഡ്സ് ഫിറ്റിക് ആണ്. 10ാമത്തേത് ഫിറ്റിക് റിയാക്ഷനാണ്. ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ, 10ാമത്തെ റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷനാണ്. ഓക്കെ, സോ ബെൻസീൻ എടുക്കുന്നു. ബെൻസീനകത്ത് ഹാലജൻ, ഇയാളെ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈതർ നമുക്ക് 2 ബെൻസീൻ കിട്ടും. ബെൻസീൻ, ബെൻസീൻ. ഇതാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇങ്ങനെ 10 നെയിംഡ് റിയാക്ഷൻസ് ആണ് നമുക്ക് ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നാമത്തേത് ഗട്ടർമാൻസ് റിയാക്ഷനാണ്. ഗട്ടർമാൻസ് റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ആലോചിക്കുക. അനിലീനെ, അതായത് ഗട്ടർമാൻ റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അനിലീനെ എന്താക്കി മാറ്റുന്നു? ഹാലോ അറൈൽ ആക്കി മാറ്റും. അതായത് ക്ലോറോബെൻസിൻ, ബ്രോമോബെൻസിൻ അങ്ങനെ ആക്കി മാറ്റും. ബെൻസീനകത്ത് നമ്മൾ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? നമ്മളുടെ ഇതിനെ ക്ലോറോബെൻസിൻ, അനിലീനെ ക്ലോറോബെൻസിൻ ആക്കി മാറ്റും. ഈ അനിലീനെ ക്ലോറോബെൻസിനാക്കി മാറ്റാനാണ് ഗട്ടർമാൻ റിയാക്ഷനും സാൻമയേഴ്സ് റിയാക്ഷനും. പക്ഷെ ഗട്ടർമാൻസ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് കുപ്രസ് ഹാലൈഡ് Cu2X2ഉം, എന്നാൽ സാൻമയേഴ്സ് റിയാക്ഷൻ ഗട്ടർമാൻസ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് കോപ്പർ പൗഡറും, സാൻമേഴ്സ് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് കുപ്രസ് ഹാലൈഡുമാണ്. Cu2X2 കുപ്രസ് ഹാലൈഡുമാണ്. ഏത് ഹാലജനാണോ കിട്ടുന്നത് ആ ഹാലജനെ യൂസ് ചെയ്താൽ മതി. അടുത്തത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനാണ്. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡുകളെ ആൽക്കൈൽ അയഡൈഡ് ആക്കി മാറ്റുന്നു. സ്വാർട്സ് റിയാക്ഷൻ, അതിന് അവർ യൂസ് ചെയ്യുന്ന റിയേജന്റ് NaI, സോഡിയം അയഡൈഡ് ആണ്. ഞാൻ റിയേജന്റുകളെ മാത്രമേ അവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. NaI ആണ്. അടുത്തത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. സ്വാർട്സ് റിയാക്ഷനിൽ അവർ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൽ ഫ്ലൂറൈഡ് ആക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന റിയേജൻസ് എന്ന് പറഞ്ഞ ഒന്ന് AgFും പിന്നെ COF2, ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വില്യംസൺ ഈതർ സിന്തസിസ്, അതായത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഈതറുകളെ ഉണ്ടാക്കും. അതിനവിടെ യൂസ് ചെയ്തത് സോഡിയം ആൽക്കോക്സൈഡ് ആണ്. അതായത് RON, ഇതാണ് യൂസ് ചെയ്തത്. RON, സോഡിയം ആൽക്കോക്സൈഡ്. ഇത് വെച്ചിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്? ഈതറിനെ, ആൽക്കൈൽ ഹാലൈഡിനെ ഈതറാക്കി മാറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെ ആൽക്കൈൽ ക്ലോറോ അല്ലെങ്കിൽ ക്ലോറോ ഈതേനെ എങ്ങനെ എത്തോക്സി ഈതേനാക്കാം എന്ന ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഈതറിനെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണോ, ഈതർ എന്നാണോ പറഞ്ഞേക്കുന്നത്? അത് വില്യംസൺ ഈതർ സിന്തസിസ് ആണ്. അടുത്തത് ഹോഫ്മാൻസ് റിയാക്ഷൻ ആണ്. ഹോഫ്മാൻസ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡിനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വാട്ടർണറി അമീനുകളാക്കി മാറ്റാനാണ്. അമീൻസ് ആക്കി മാറ്റാൻ, ആൽക്കൈൽ ഹാലൈഡിനെ അമീൻസ് ആക്കി മാറ്റാൻ. അവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് എന്ന് പറയുന്നത് NH3 ആണ്, അമോണിയാണ്. NH3 അമോണിയ. അടുത്തത് ഹൻസ്ലിക്കർ റിയാക്ഷൻ ആണ്. ഹൻസ്ലിക്കർ റിയാക്ഷൻ എന്തിനെ പ്രിപ്പയർ ചെയ്യാനാ? എസ്റ്ററുകളെ പ്രിപ്പയർ, ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എസ്റ്ററിനെ കിട്ടാൻ. അവിടെ യൂസ് ചെയ്യുന്നത് RCOOAg, സിൽവർ സാൾട്ട് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. അടുത്തത് വുഡ്സ് റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ, ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്നത് സോഡിയവും ഡ്രൈതറുമാണ്. സോഡിയം ഡ്രൈതർ. പിന്നെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, അതായത് അടുത്തത് ഫിറ്റിക് റിയാക്ഷൻ പഠിക്കാം. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ നടക്കുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളിലാണെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ നടക്കുന്നത് എവിടെ ആയിരിക്കും? ബെൻസീൻ റിങ്ങുകളിലായിരിക്കും. ഈ സെയിം റിയാക്ഷൻ തന്നെ RX, ബെൻസീനകത്ത് X, Na ട്രൈ ചെയ്ത്. അപ്പം ഈ X മാറിയിട്ട് ഇത് തന്നെ 2 വട്ടം വരും. കണ്ടോ, 2 വട്ടം വരും. ഇനി വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും കൂടെ ചേരുന്നത്. അപ്പോൾ ഒരാൾ ബെൻസീൻ റിങ്ങും ഒരാൾ RXും ആയിരിക്കും. ഒരാൾ ബെൻസീൻ റിങ്ങും ഒരാൾ RXും ആയിരിക്കും. ഒരാൾ ബെൻസീൻ റിങ്, ഇതാരുടെയാ? നമ്മളുടെ ഫിറ്റിക് റിയാക്ഷൻ്റെ. RX ഇതാരുടെയാ? വുഡ്സ് റിയാക്ഷൻ. ഇവ രണ്ടിനും കമ്പനി സോഡിയം ഡ്രൈതർ. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ X മാറി ഇവിടെ രണ്ടിനും കൂടെ ചേരും. അപ്പം ബെൻസീൻ റിങ്ങിന് മുകളിൽ 6 വരും. ഇതാണ് നമുക്ക് കിട്ടുന്നത്.
സോ ഇത്രയും റിയാക്ഷൻസ് ആണ് നെയിംഡ് റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ടർമാൻസ് റിയാക്ഷൻ, സാൻമേയേഴ്സ്, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, വില്യംസൺ ഈതർ സിന്തസിസ്, ഹോഫ്മാൻസ് റിയാക്ഷൻ, ഹൺസ്ബിക്കർ, വുഡ്സ്, ഫിറ്റിക്. ഇവിടാണ് 10 നെയിംഡ് റിയാക്ഷൻസ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രം പഠിക്കുക. ഓക്കെ, ഇതാണ് 10 റിയാക്ഷൻ. ഗട്ടർമാൻ, സാൻമേയേഴ്സ്, ഫിംഗൽസ്റ്റൈൻ, സ്വാർട്സ്, വില്യംസൺ ഈതർ സിന്തസിസ്, ഹോഫ്മാൻസ്, ഹൺസ്ബിക്കർ, വുഡ്സ്, ഫിറ്റിക് റിയാക്ഷൻ. ഇനി ഞാൻ ഇതിൽ ഓരോന്നും എന്താണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിയാക്ഷൻസ്, ഈ 10 റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഈ ചാപ്റ്ററിൽ 10 എണ്ണം ഉണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വരുന്നുണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. പക്ഷെ എന്നാലും മാക്സിമം നിങ്ങൾ ഒരു റിയാക്ഷൻ പോലും ഒഴിവാക്കാതെ വേണം എക്സാമിന് പോകാനായിട്ട്. കാരണം ഏത് റിയാക്ഷനാണ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ റിയാക്ഷനും നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകരുത്. ഓക്കെ, അതിലാദ്യം നമ്മൾ ഗട്ടർമാൻ റിയാക്ഷൻ ആയിരുന്നു. ഗട്ടർമാൻ റിയാക്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് അനിലീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നമുക്ക് ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനോ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സെയിം റിയാക്ഷൻ തന്നെ ഇവിടെയും അനിലീനെ ക്ലോറോ. അപ്പോൾ അനിലീനെ ആദ്യം ഡയസോണിയം സാൾട്ട് ആക്കണം, എന്നിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഇനി ഡയസോണിയം സാൾട്ടിൽ നിന്ന്, അതായത് അനിലീനിൽ നിന്ന് ഡയസോണിയം സാൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് അയഡോ ബെൻസീനാണ് വേണ്ടതെങ്കിൽ KI റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അയഡോ ബെൻസീൻ കിട്ടും. അയഡോ ബെൻസീൻ കിട്ടാനായിട്ട് ഗട്ടർമാൻസോ സാൻമേയേഴ്സോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടിടത്തും എന്തിനെ കിട്ടുന്നു? അനിലീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനോ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനിൽ ആൽക്കൈൽ ഹാലൈഡിനെ അയഡോ ആൽക്കേൻ ആക്കി മാറ്റും. അതായത് ഈ ഹാലൈഡിന്റെ സ്ഥാനത്ത് അയഡിൻ വരും. സ്വാർട്സ് റിയാക്ഷനകത്ത് ആൽക്കൈൽ ഹാലൈഡിനെ എന്താക്കി മാറ്റുന്നു? ഫ്ലൂറോ ആൽക്കേൻ ആക്കി മാറ്റുന്നു. വില്യംസൺ ഈതർ സിന്തസിസിൽ ആൽക്കൈൽ ഹാലൈഡിനെ ഈതർ ആക്കി മാറ്റുന്നു. ഈതർ. ഹോഫ്മാൻസ് റിയാക്ഷനകത്ത് ആൽക്കൈൽ ഹാലൈഡിനെ എന്താക്കി മാറ്റുന്നു? അമീനാക്കി മാറ്റും. അമീൻ പ്രൈമറി ആകാം, സെക്കൻഡ് അതാണ്ട്. പ്രൈമറി കിട്ടാം, സെക്കൻഡ് കിട്ടാം, ടെസ്റ്റ് കിട്ടാം, എന്തുവേണമെങ്കിലും കിട്ടാം. ഹൺസ്ബിക്കർ റിയാക്ഷനകത്ത് എല്ലാം ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു കേട്ടോ. ആൽക്കൈൽ ഹാലൈഡിനെ എന്താക്കി മാറ്റുന്നു? എസ്റ്റർ ആക്കി മാറ്റുന്നു. ഹൺസ്ബിക്കർ. ഓക്കെ, ഇനി വുഡ്സിനകത്ത് ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കൈൻ ആക്കി മാറ്റുന്നു. വുഡ്സ് ഫിറ്റിക് റിയാക്ഷനകത്ത് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് അരൈൽ ഹാലൈഡ്, ഇവർ രണ്ടുപേരെയും കൂടെ ആൽക്കൈൽ അരൈലാക്കി മാറ്റുന്നത്. ആൽക്കൈലും അരൈലും കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. ഇനി ഫിറ്റിക് റിയാക്ഷനകത്ത് അരൈൽ ഹാലൈഡിനെ അരൈൽ കോമ്പൗണ്ട് ആക്കി മാറ്റും. ഇത്രയും റിയാക്ഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ളത്. 10 നെയിംഡ് റിയാക്ഷൻസ്, 10ൻ്റെയും റിയേജൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സെക്ഷനിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ 10 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. 10 നെയിംഡ് റിയാക്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും വായിക്കുന്നില്ല. ഓക്കെ, സോ നമ്മളിനി അടുത്ത ടൈപ്പ് റിയാക്ഷൻസിലോട്ട് പോവുകയാണ്. ഇതിനകത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത സെക്ഷൻ നെയിംഡ് റിയാക്ഷൻസ് ആയിരുന്നു. നമ്മുടെ മെയിൻ സെക്ഷൻ നെയിംഡ് റിയാക്ഷൻസ്, അത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. 10 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ 10 എണ്ണം അവിടെ കിടപ്പുണ്ട്. 10 പേരുകളിലാണ്. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, എങ്ങനെ നിങ്ങൾക്ക് അനിലീനെ ക്ലോറോബെൻസീൻ ആക്കാം, എങ്ങനെ അനിലീനെ അയഡോബെൻസീൻ ആക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ക്ലോറോമീഥേനെ ഫ്ലൂറോമീഥേൻ ആക്കാം, ക്ലോറോമീഥേനെ എങ്ങനെ ഫ്ലൂറോമീഥേൻ ആക്കാം. കാരണം ഫ്ലൂറിൻ വരുന്നതെല്ലാം ഏത് റിയാക്ഷനാണ്? സ്വാർട്സ് റിയാക്ഷൻ. പഠിച്ചാൽ നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു റിയാക്ഷനും കൂടെ ഉണ്ട്. റിയാക്ഷൻ വിത്ത് KCN ആൻഡ് HCN. ഓക്കെ, ഈ റിയാക്ഷൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. അതായത് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് KCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നു,
ആൽക്കൈൽ ഹാലൈഡ് AgCnO ആയിട്ട് റിയാക്ട് ചെയ്യും. KCnO ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ RCnഉം AgCnO ആയിട്ടാണ് റിയാക്ട് RNCയും കിട്ടും. ഇത് സയനൈഡ്, ഇത് ഐസോസയനൈഡ്. ഇതൊന്ന് ഓർത്ത് വെച്ചേട്ടോ. അതായത് KCnO ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ RCnഉം AgCnO ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഐസോസയനൈഡും ആയിരിക്കും കിട്ടുന്നത്. NCO തിരിക്കും. അതൊന്ന് മനസ്സിൽ വെച്ചോണേ. പിന്നെ നമുക്കുള്ളതെന്ന് പറയുന്നത് SN1 റിയാക്ഷനും SN2 റിയാക്ഷനുമാണ്. ഓക്കെ, SN1 റിയാക്ഷനും SN2 റിയാക്ഷനുമാണ്. SN1 റിയാക്ഷൻ എന്താണെന്നറിയില്ലോ, യൂണിമോളിക്കുലർ റിയാക്ഷൻസ് ആണ് SN1 റിയാക്ഷൻ. SN2 റിയാക്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ടൊക്കെ നടക്കുകയാണ്. ഇന്റർമീഡിയറ്റ് ഇല്ല, പ്രോഡക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറുകയാണ്. SN1 റിയാക്ഷനിൽ ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഈ ഇന്റർമീഡിയറ്റിന്റെ പേരെന്ന് പറയുന്നത് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ ആണ് ഇന്റർമീഡിയറ്റ്. SN2വിൽ ഇന്റർമീഡിയറ്റ് ഇല്ല. SN2 ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. ബൈമോളിക്കുലർ, രണ്ടുപേരും ഒരേ സമയം റിയാക്ട് ചെയ്യും. പക്ഷേ ഇതൊരു യൂണിമോളിക്കുലർ റിയാക്ഷൻ. ഇത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, പല പല സ്റ്റെപ്പിലായിട്ട് നടക്കുന്ന റിയാക്ഷൻസ് യൂണിമോളിക്കുലർ റിയാക്ഷൻ ആണ്. പിന്നെ ഈ SN2 റിയാക്ഷനിൽ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ ഉണ്ട്. ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ, അതായത് നോർമൽ രീതിയിലല്ല ആൾ അറ്റാക്ക് ചെയ്യുന്നത്. എവിടെ നിന്നാണോ ഗ്രൂപ്പ് പോകാൻ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ SN1 മെക്കാനിസത്തിൽ രണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് പോകുന്ന അതിലേക്കൂടെ വന്ന് അറ്റാക്ക്, അതിൻ്റെ ഓപ്പോസിറ്റിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പം ബോത്ത് ഇൻവേർട്ടഡ് പ്രൊഡക്റ്റും കിട്ടും, ആൻഡ് സെയിം കോൺഫിഗറേഷനുള്ള പ്രൊഡക്റ്റും കിട്ടും. ഇൻവേർട്ടർ പ്രൊഡക്റ്റും കിട്ടും, സെയിം കോൺഫിഗറേഷനുള്ള പ്രൊഡക്റ്റും കിട്ടും. പക്ഷേ ഇവിടെ എപ്പോഴും ഇൻവേർഷൻ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം പോകുന്നതിന് മുന്നേ തന്നെ ഇയാൾ ഒന്ന് അറ്റാക്ക് ചെയ്ത് തുടങ്ങും. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞ് ഇന്റർമീഡിയറ്റ് ആയതിനു ശേഷമേ ഒന്ന് അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഇനി ഇവിടുത്തെ റിയാക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറി ആയിരിക്കും ഏറ്റവും റിയാക്റ്റീവ്, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. ഇതായിരിക്കും റിയാക്ടിവിറ്റി. എന്നാൽ ഇവിടെ നമ്മൾ റിയാക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടെർഷറി ആയിരിക്കും ഏറ്റവും റിയാക്റ്റീവ്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അതിൻ്റെ റീസൺ SN2 മെക്കാനിസത്തിൽ ബാക്കിൽ കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ബൾക്കി ഗ്രൂപ്പുകളും, ടെർഷറി എന്ന് പറഞ്ഞാൽ 3 CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന്. അപ്പം അത്രയും ഗ്രൂപ്പുകൾ വരുമ്പോഴത്തേക്ക് ബൾക്കിനെസ് വരും. അതുകൊണ്ട് ബാക്കിൽ കൂടെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈമറി ആയിരിക്കും SN2വിൽ കൂടുതൽ. എന്നാൽ SN1ൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് കാർബോകാറ്റയോൺ ഉണ്ടാകുന്നുണ്ട്. കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആണെങ്കിൽ ടെർഷറി ആയിരിക്കണം. അതുകൊണ്ടുള്ള ടെർഷറി ആയിരിക്കും ഹൈലി റിയാക്റ്റീവ്. ഇതാണ് SN1ഉം SN2ഉം തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. SN1 റിയാക്ഷനും SN2 റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്നൊരു കേസാണ് ഈ SN1 ആൻഡ് SN2 റിയാക്ഷൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. നമ്മളുടെ ബെൻസീനകത്ത് നടക്കുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ടല്ലോ, നൈട്രേഷൻ, ഹാലജനേഷൻ. ഹാലജനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോറിനും അൺഹൈഡ്രസ് അല്ലേ, ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫിഡൽ ക്രാഫ്റ്റിൻ്റെ 2 റിയാക്ഷൻ. ഇതൊക്കെ നമ്മളുടെ +1 പഠിച്ച ടോപ്പിക്സ് ആണ്. +1 നമ്മൾ പഠിച്ച് തീർത്ത ടോപ്പിക്സ് ആണ് ഇത്രയും. അതിൻ്റെ തന്നെ റിയാക്ഷൻസ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ മെൻഷൻ ചെയ്തേക്കുന്നതേ ഉള്ളൂ. പക്ഷെ നോർമലി നടക്കുന്ന കണക്കല്ല. നേരത്തെ ബെൻസീനിലാണ് നടന്നിരുന്നെങ്കിൽ ഇവിടെ ബെൻസീനിലല്ല. കാരണം ഇവിടെ അരയിൽ ഹാലൈഡിലാണ്. ഓൾറെഡി അവിടെ ആര് നിപ്പുണ്ട്, ഒരു ഹാലജൻ ഗ്രൂപ്പ് നിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നൈട്രേഷൻ നടന്നു കഴിഞ്ഞാൽ, അല്ല നമുക്ക് ആദ്യം ഹാലജനേഷൻ പഠിക്കാം. ഹാലജനേഷൻ നടക്കുന്നതെങ്കിൽ ഹാലജനേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ഹാലജനും പിന്നെ അതേ കണക്ക് തന്നെ അൺഹൈഡ്രസ് AlX3 ആണ്. ഇവിടെ ക്ലോറിൻ എടുത്താൽ AlCl3, Br എടുത്താൽ AlBr3, ഫ്ലൂറിൻ എടുത്താൽ AlF3, അയഡിൻ എടുത്താൽ AlI3. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീനിനകത്ത് ഹാലജൻ. ഇനി ക്ലോറിൻ വരുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് എവിടാണോ നിങ്ങൾ ഏത് ഹാലജനാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ ഹാലജൻ ഇവിടെ വരും, ഓർത്തോ പൊസിഷനിൽ വരും. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ നൈട്രേഷൻ ആണ്. നൈട്രേഷൻ ആകുമ്പോഴും നമ്മൾ സെയിം ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, സെയിം ആൽക്കൈൽ ഹാലൈഡ്. എന്നിട്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു നമ്മൾ HNO3 bar H2SO4.
HNO3 ബാർ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ നമുക്ക് രണ്ട് പ്രോഡക്റ്റിനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഹാലജന്റെ ഓർത്തോ പൊസിഷനിൽ NO2 വരും, അല്ലെങ്കിൽ ഹാലജന്റെ പാരാ പൊസിഷനിൽ NO2 വരും. ഇവിടെ ഓർത്തോയിലും പാരയിലും പ്രൊഡക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഹാലജനേഷൻ ആണെങ്കിൽ ഓർത്തോയിൽ മാത്രമേ പ്രൊഡക്റ്റ് വരത്തുള്ളൂ. ഓക്കെ, ഇനി സൾഫണേഷൻ ആണെങ്കിൽ ഓക്കെ, ബെൻസീൻ റിംഗ് അതിനകത്തൊരു ഹാലജൻ. കാരണം ആൽക്കൈൽ ഹാലൈഡുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി ഹാലജൻ ഉണ്ട്. ഇതിനകത്തൊരു നമ്മൾ H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ബെൻസീൻ റിങ്ങിന്റെ ഓർത്തോ പൊസിഷനിലും SO3H വരാം, ബെൻസീൻ റിങ്ങിന്റെ പാരാ പൊസിഷനിൽ, അതായത് ഇവിടെ ഓർത്തോയിലും പാരയിലും കിട്ടുന്ന കണക്ക് സൾഫണേഷനിലും ഓർത്തോയിലും പാരയിലും കിട്ടും. ഇനി അടുത്തെന്ന് പറയുന്നത് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് രണ്ടെണ്ണം ഉണ്ട്, ആൽക്കൈലേഷൻ പിന്നെ അസൈലേഷൻ. രണ്ടും ഞാൻ വരയ്ക്കാം. ആൽക്കൈലേഷൻ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ ഒരു ഹാലജൻ ഗ്രൂപ്പ് ഉണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു? CH3Cl അല്ലെങ്കിൽ ഏതെങ്കിലും അരയിൽ ഹാലൈഡ് RX ആഡ് ചെയ്ത് കൊടുക്കുന്നു. RX ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlX3 നമുക്ക് എന്ത് കിട്ടുന്നു? ബെൻസീൻ റിങ്ങിനകത്ത് X ഓൾറെഡി ഉണ്ട്. ഇനി ഒരു CH3 ഗ്രൂപ്പ് വരും. ആ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ പൊസിഷനിലും വരും. ദെൻ ആ CH3 ഗ്രൂപ്പ് ഏത് പൊസിഷനിൽ വരും? പാരാ പൊസിഷനിൽ വരും. അപ്പൊ ഈ ഹാലജനേഷന്റെ കേസിൽ മാത്രമേ ഓർത്തോ പൊസിഷനിൽ വരത്തുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഓർത്തോയിലും വരും, പാരയിലും വരും. ഓക്കെ, ദെൻ അസൈലേഷൻ ആകുമ്പോഴത്തേക്ക് സെയിം ബെൻസീൻ റിംഗ് എടുക്കുന്നു. ദെൻ RCOX ആണ്. RXന് പകരം RCOX ആവും. സെയിം തന്നെ, അൺഹൈഡ്രസ് AlX3 തന്നെ. സെയിം രണ്ട് പ്രൊഡക്റ്റും കിട്ടും. അതായത് ഇവിടെയും COR വരും, ദെൻ ഇവിടെയും COR വരും. അതായത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും R വരുന്നതാണ്. ഈ X മാറിയിട്ട് ഈ COR ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. സോ ഇതാണ് ബെൻസീനിന്റെ റിയാക്ഷൻ. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതിനകത്താ? നമ്മുടെ ഹാലോ അൽക്കീൻസിലും ഹാലോ ഒറേൻസിലും. അത് കൂടാതെ പിന്നെ SN1 SN2 റിയാക്ഷൻ മെക്കാനിസം നോക്കി വെച്ചേക്കാം. ദെൻ പിന്നെ എലിമിനേഷൻ റിയാക്ഷൻ ജസ്റ്റ് മെൻഷൻ, അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ, RS സ്റ്റീരിയോ കെമിസ്ട്രിയും കൂടെ നോക്കി വെച്ചേക്കുക. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഹാലോ അൽക്കീൻസിലെയും ഹാലോ ഒറീൻസിലെയും കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നെയിംഡ് റിയാക്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. കൺവേർഷൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ നെയിംഡ് റിയാക്ഷൻസ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇറ്റ്സ് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിൽ നമുക്ക് ഏതൊക്കെ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ നമുക്ക് അങ്ങനെ നെയിംഡ് റിയാക്ഷൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ നെയിംഡ് റിയാക്ഷൻസ് നമുക്ക് വലുതായിട്ട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ വലുതായിട്ട് നമുക്ക് പഠിക്കാനില്ല. നെയിംഡ് റിയാക്ഷൻസ് 2-3 റിയാക്ഷൻസ് ഉണ്ട്. അത് നെയിംഡ് റിയാക്ഷൻസ് ഒന്നുമല്ല, ജസ്റ്റ് റിയാക്ഷന് പേര് ഒരു ടെസ്റ്റ് പോലെ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് പോലെ പഠിക്കുന്നതാണ്. 2 നെയിംഡ് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഒന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് കോപ്സ് റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ റെയ്മർ-തെയ്മാൻ റിയാക്ഷൻ. ഇങ്ങനെ 2 റിയാക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ വില്യംസൺ ഈതർ സിന്തസിസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് അത് വരുന്നുണ്ട് കേട്ടോ, വില്യംസൺ ഈതർ സിന്തസിസ്. വേറെ റിയാക്ഷൻസ് ഒന്നുമില്ല. ഈ 2 റിയാക്ഷൻസാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കോപ്സ് റിയാക്ഷനും പിന്നെ അത് കണക്ക് തന്നെ റെയ്മർ-തെയ്മാൻ റിയാക്ഷൻ. സോ നമുക്ക് കോപ്സ് റിയാക്ഷനും റെയ്മർ-തെയ്മാൻ റിയാക്ഷനും എന്താണെന്ന് നോക്കാം. ആ 2 റിയാക്ഷൻ ഞാൻ കാണുന്നുള്ളൂ, നോക്കിയിട്ട് വേറെ റിയാക്ഷൻ ഒന്നും കാണുന്നില്ല. അതിൽ കോപ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നു, ഫീനോൾ എടുക്കുന്നു. ബെൻസീൻ റിങ്ങിനകത്ത് ഒഴിച്ച് വരുന്ന ആൽക്കഹോൾസ്. ഫീനോൾ എടുത്തിട്ട് എണ്ണ ഒഴിച്ചുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് ONA കിട്ടുന്നു. ബെൻസീന് മുകളിൽ ONA, അതായത് ഈ എണ്ണ ഒഴിച്ചിൽ OH കൂടെ കമ്പനി ചെയ്ത് H2 പുറത്തു. അതായത്
ഇത് പുറത്തു പോകും. എണ്ണ ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ONA ആവും. ഇതിനകത്തോട്ട് നമ്മൾ എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു? CO2/H2. CO2നെ H2 H പ്ലസ്, CO2/H പ്ലസ് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് OHCOOH. OHും കിട്ടുന്നു, COHും കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ്. അപ്പം ഫീനോളിനെ, അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഫീനോളിനെ സാലിസിലിക് ആസിഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ് കോപ്സ് റിയാക്ഷൻ. എന്തിനെ എന്താക്കി മാറ്റുന്നു? ഫീനോളിനെ സാലിസിലിക് ആസിഡാക്കി മാറ്റുന്നു. ഫീനോളിനെ സാലിസിലിക് ആസിഡാക്കി മാറ്റുന്നു. ഫീനോളിനെ സാലിസിലിക് ആസിഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ് കോപ്സ് റിയാക്ഷൻ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഫീനോളിനെ സാലിസിലിക് ആസിഡാക്കി മാറ്റുന്ന റിയാക്ഷനാണ് കോപ്സ് റിയാക്ഷൻ. അടുത്തത് റെയ്മർ-തെയ്മാൻ റിയാക്ഷനാണ്. സെയിം ബെൻസീൻ അല്ലെങ്കിൽ ഫീനോൾ എടുക്കുന്നു. ഫീനോളിനകത്തോട്ട് നമ്മൾ ക്ലോറോഫോമിനെ ആഡ് ചെയ്യുന്നു. CHCl3/NaOH. ക്ലോറോഫോമിനെയും സോഡിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H പ്ലസും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. H പ്ലസും കൂടെ കൊടുക്കുകയാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു പ്രൊഡക്റ്റ് കിട്ടും. ONA, H പ്ലസ് പിന്നെ കൊടുക്കാം നമുക്ക്. ONAയും CHOയും ആൽഡിഹൈഡ് ആകുന്നു. പിന്നെ H പ്ലസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? OHCH. ഇതിൻ്റെ പേര് സാലിസിൽ ആൽഡിഹൈഡ് എന്നാണ്. സാലിസിൽ ആൽഡിഹൈഡ്. അപ്പോൾ രണ്ട് റിയാക്ഷനും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക. രണ്ട് റിയാക്ഷൻ ഏകദേശം നടക്കുന്നതൊക്കെ സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. ഇവിടെ ഫീനോളിനെ സാലിസിൽ ആൽഡിഹൈഡ് ആക്കി മാറ്റും. രണ്ടിടത്തും ഫീനോളിനെ തന്നെയാണ് സാലിസിലിക് ആസിഡും, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ COH, ഇവിടെ CHO. ബാക്കി OH രണ്ടിടത്തും സെയിം തന്നെ. ആഡ് ചെയ്യുന്ന റിയേജന്റ് NaOH-നോട് CHCl3, H പ്ലസിനോട് CO2. വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പം NaOH CO2 H പ്ലസ് ആണെങ്കിൽ കോപ്സ് റിയാക്ഷനും, CHCl3 NaOH H പ്ലസ് ആണെങ്കിൽ ഇറ്റ്സ് റെയ്മർ-തെയ്മാൻ റിയാക്ഷൻ. രണ്ടിടത്തും കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് സാലിസിലിക് ആസിഡും ഒന്ന് സാലിസിലിക് ആൽഡിഹൈഡും. അപ്പം കോപ്സിലാണ് നമുക്ക് ആസിഡ് കിട്ടുന്നത്. കോപ്സ് അവസാനം രസമുണ്ടല്ലോ, കോപ്സിലാണ് നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടുന്നത്. റെയ്മർ-തെയ്മാനിലാണ് സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടുന്നത്. കോപ്സിൽ ആസിഡ് കിട്ടുന്നു. കോപ്സ് ആസിഡ് അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം സാലിസിലിക് ആസിഡ്, കോപ്സിൽ സാലിസിലിക് ആസിഡും. അപ്പോൾ കോപ്സിൽ എന്തൊക്കെ എടുക്കണം? NaOH എടുക്കണം, CO2 എടുക്കണം, H പ്ലസ് എടുക്കണം. ദെൻ റെയ്മർ-തെയ്മാനിൽ ക്ലോറോഫോം എടുക്കണം, CHCl3 എടുക്കണം, ദെൻ NaOH എടുക്കണം, H പ്ലസ് എടുക്കണം. ഇവിടെ CO2 വേണ്ട CHCl3 ആക്കുന്നു. ബാക്കി രണ്ടും സെയിം തന്നെ. ഇതാണ് രണ്ട് നെയിംഡ് റിയാക്ഷൻസ്. ഇത് രണ്ടുള്ള പിന്നെ വില്യംസൺ ഈതർ സിന്തസിസ് നമ്മൾ പഠിച്ചെടുത്ത് മറ്റേ സോഡിയം ആൽക്കോക്സൈഡ് RONA-യുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഈതർ കിട്ടുന്ന റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഈ രണ്ട് നെയിംഡ് റിയാക്ഷൻസ് ആണ് നമുക്കുള്ളത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, കോപ്സ് റിയാക്ഷനും റെയ്മർ. അവർ ചോദിക്കുന്നത് ആൽക്കഹോളിനെ എങ്ങനെ സാലിസിലിക് ആസിഡാക്കി മാറ്റാം, അല്ലെങ്കിൽ ആൽക്കഹോളിനെ എങ്ങനെ സാലിസിലിക് ആൽഡിഹൈഡ് ആക്കി മാറ്റാം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് കോപ്സ് ഇലക്ട്രോളിസിസ് ആണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. നിങ്ങളുടെ പഠിക്കേണ്ട രീതിയാണ്. ഇങ്ങനെ വേണം നിങ്ങൾ പഠിക്കാനായിട്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. സോ രണ്ട് റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് നെയിംഡ് റിയാക്ഷൻസേ ഉള്ളൂ നമുക്ക്. ഒന്ന് കോപ്സ് ഇലക്ട്രോളിസിസും, കോപ്സ് റിയാക്ഷൻ, ദെൻ റെയ്മർ-തെയ്മാൻ റിയാക്ഷൻ. ഇനി ബാക്കിയുള്ള റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ഒരു 2-3 റിയാക്ഷൻസ് നമുക്ക് അല്ലാണ്ട് നെയിംഡ് റിയാക്ഷൻ അല്ല, എന്നാലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 2-3 റിയാക്ഷൻസ് ഉണ്ട്. ആ 2-3 റിയാക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ആ ഇമ്പോർട്ടൻസ് ഉള്ള റിയാക്ഷൻ അതേ കണക്ക് തന്നെ പഠിച്ചേക്കുക. ഓക്കെ. വേറൊരു കേസിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെ ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കി മാറ്റും? ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കാം? ഇത് ഫീനോളാണ്. ഫീനോളിനെ എങ്ങനെ ബെൻസീനാക്കാം? ഫീനോളിനെ ബെൻസീനാക്കാം. ഇത് ഫീനോളാണ്. ബെൻസീനകത്ത് ഒഴിച്ച് വരുന്ന ഫീനോൾ എന്നാണ്. നമ്മൾ സിങ്ക് ആഡ് ചെയ്ത് കൊടുത്താൽ, സിങ്ക് ആഡ് ചെയ്തെടുക്കുമ്പോൾ സിങ്ക് ഈ ഓക്സിജനെ അങ്ങ് കൊണ്ടുപോകും. സോ സിങ്ക് ഓക്സൈഡ് ആവും. ഇത് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. ഫീനോൾ ടു ബെൻസീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഫീനോളിനെ ബെൻസീനാക്കി മാറ്റുന്നത്. ഇനിയുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുട പിടിച്ചു വരുന്ന വേറെ റിയാക്ഷനുകളുണ്ട്. ഫീനോളിനെ ഇത് ബെൻസോക്വിനോൺ ആണ്. ഫീനോളിനെ എങ്ങനെ ബെൻസോക്വിനോൺ ആക്കാം?
അതായത് രണ്ട് ഡബിൾ ബോണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ഡബിൾ ബോണ്ടും എങ്ങനെ ആക്കാം? അതിനാക്കാനായിട്ട് Na2Cr2O7 ബാർ H2SO4 എന്തുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി? ഇറ്റ്സ് ക്രോമിക് ആസിഡ് Na2Cr2O7 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി, നമുക്ക് ബെൻസോക്വിനോൺ കിട്ടും. സോ ഈ രണ്ട് റിയാക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫീനോളിനെ ബെൻസീൻ ആക്കുന്നു, ഫീനോളിനെ ബെൻസോക്വിനോൺ ആക്കുന്നു. ഫീനോളിന്റെ ബെൻസീൻ ആക്കാൻ സിങ്ക് ആഡ് ചെയ്യുക, ഫീനോളിന്റെ ബെൻസോക്വിനോൺ ആക്കാൻ ക്രോമിക് ആസിഡ് Na2Cr2O7 ആഡ് ചെയ്താൽ കൂടെ എന്ത് H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവ രണ്ടുകൂടെ മിക്സറാണ് നമ്മൾ ക്രോമിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. സോഡിയം ഡൈക്രോമേറ്റും ദെൻ H2SO4 അതാണ് രണ്ടും കൂടെ മിക്സറാണ് ക്രോമിക് ആസിഡ്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസോക്വിനോൺ കിട്ടും. സോ ഈ രണ്ട് റിയാക്ഷൻ കൂടാതെ കോപ്സും റൈബർത്തേനും. സോ പിന്നെയുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് കോപ്സും റൈബർത്തേമാനും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലോറോബെൻസിൻ. ഓക്കെ, അല്ല, ബെൻസീനെ എങ്ങനെ ഫീനോൾ ആക്കാം? നെക്സ്റ്റ്, ബെൻസീനിനെ എങ്ങനെ ഫീനോൾ ആക്കാം? ഇവിടെ ഫീനോളിനെ ബെൻസീൻ ആക്കുന്നു, ഇനി ബെൻസീനെ ഫീനോൾ ആക്കും. ബെൻസീനെ ഫീനോൾ ആക്കാനായിട്ട് നമ്മൾ H2S2O7 എന്നെ വിളിക്കുന്ന പേര് ഒലിയം എന്നാണ്. H2S2O7 NaOH ബാർ H+. ഇത്ര ആഡ് ചെയ്യണം. H2S2O7 NaOH ബാർ H+, H2S2O7 NaOH ബാർ H+. സോ ഫീനോളിനെ ബെൻസീൻ ആക്കുന്നു, ബെൻസീനിനെ തിരിച്ച് ഫീനോൾ ആക്കും. ഫീനോളിനെ ബെൻസീൻ ആക്കാൻ ഇങ്ങോട്ട് റിയാക്ഷൻ നടത്തണമെങ്കിൽ സിങ്ക് ആഡ് ചെയ്താൽ മതി, പക്ഷെ തിരിച്ച് റിയാക്ഷൻ നടത്തണമെങ്കിൽ ഒലിയം, ഇതിനെ വിളിക്കുന്ന പേര് ഒലിയം എന്നാണ്. ഒലിയവും NaOH ബാർ H+ ആഡ് ചെയ്യണം. ഇത് ബെൻസീനെ ഹൈഡ്രോക്വിനോൺ ആക്കും. ഓക്കെ, 3 റിയാക്ഷനും കിട്ടിയല്ലോ. 3 റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീൻ ടു ഫീനോൾ, ഫീനോൾ ടു ബെൻസീൻ, ഫീനോൾ ടു ബെൻസോക്വിനോൺ. കൺവേർഷൻ പോലെ ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് 3 റിയാക്ഷനും തന്നത്, തെറ്റിക്കല്ലേ. പിന്നെ 2 നെയിംഡ് റിയാക്ഷനായി, ഇപ്പോൾ 5 റിയാക്ഷനായി. നെയിംഡ് റിയാക്ഷൻ കൂടാതെ 3 റിയാക്ഷൻ കൂടെ ആയി. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻസിലോട്ട് പോവാണ്. അനിലീനെ ഫീനോൾ ആക്കുന്നു. അനിലീൻ ടു ഫീനോൾ. ഇപ്പൊ എന്തൊക്കെ കൺവേർഷൻസ് പഠിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കൺവേർഷൻസ് ഇവിടെ എഴുതാം. ഒന്ന് ബെൻസീൻ ടു ഫീനോൾ, തിരിച്ച് ഫീനോൾ ടു ബെൻസീൻ, പിന്നെ ഫീനോൾ ടു ബെൻസോക്വിനോൾ. ഇതാണെങ്കിൽ സിങ്ക്, തിരിച്ചാണെങ്കിൽ ഒലിയം NaOH ബാർ H+, ബെൻസോക്വിനോൺ ആണെങ്കിൽ Na2Cr2O7 ബാർ H+. ആലോചിച്ചോണേ. ദെൻ അടുത്തത് അനിലീൻ. അനിലീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിനകത്ത് NH2 വരുന്നതിനാണ് നമ്മൾ അനിലീൻ എന്ന് വിളിക്കുന്നത്. അനിലീനെ ഫീനോൾ ആക്കും. അനിലീനെ ഫീനോൾ ആക്കാനായിട്ട് NaNO2 ബാർ HCl. ഇത് നിങ്ങൾക്ക് എന്തുവെന്ന് അറിയാം, ഇത് കിട്ടുന്ന എന്ത് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം നമ്മളത് പഠിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് N2Cl, N2+Cl-. ഇതിനകത്തോട്ട് ഞാൻ H2 ആഡ് ചെയ്യുന്നു. H2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് OH കിട്ടും. സോ ഫീനോൾ. സോ അടുത്ത കൺവേർഷൻ അനിലീൻ ടു ഫീനോൾ. അനിലീനെ എന്താക്കി മാറ്റുന്നു? ഫീനോൾ ആക്കി മാറ്റും. അനിലീനെ ഫീനോൾ. നേരത്തെ അനിലീനെ നമ്മൾ ക്ലോറോബെൻസീനും അയോഡോബെൻസീനും ഫ്ലൂറോബെൻസീനും ഒക്കെ ആക്കിയായിരുന്നു, ഓർമ്മ വേണം. അതാണ് നമ്മൾ 2 നെയിംഡ് റിയാക്ഷൻ പഠിച്ചത്. ഓക്കെ, ഇതാക്കി മാറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് NaNO2 ബാർ HCl-ഉം പിന്നെ H2O-യും. അനിലീനെ ഫീനോൾ ആക്കി മാറ്റും. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് അനിലീനെ ഫീനോൾ ആക്കി മാറ്റുന്നത്, പഠിച്ചു വെച്ചോണേ. ദെൻ ക്യുമീനെ ഫീനോൾ ആക്കുന്നുണ്ടോ? ക്യുമീനെ ഫീനോൾ ആക്കാം. ക്യുമീൻ എന്ന് പറഞ്ഞാൽ CH3 ഇതാണ് ക്യുമീൻ. ഈ ക്യുമീനെ ഫീനോൾ ആക്കും. ക്യുമീനെ ഫീനോൾ ആക്കാനായിട്ട് നിങ്ങൾ O2 ഓക്സിജൻ ബാർ H+, O2 ബാർ H+ കൊടുത്താൽ മതി. സോ എന്തിനെ എന്താക്കുന്നു? ക്യുമീനെ ഫീനോൾ ആക്കുന്നു. കാരണം നമ്മൾ ഈ ക്ലാസ് ഇവിടെ ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആണ്. ഓക്കെ, ആൽക്കഹോൾസ് ഫീനോൾസ് ഇതേഴ്സ് ആണ്. സോ O2 ബാർ H+. ക്യുമീൻ എന്തായിട്ട് മാറിക്കോളും? ഫീനോളായിട്ട് മാറിക്കോളും.
സോ അത്രയുമാണ് നമുക്ക് കൺവേർഷൻസിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന കൺവേർഷൻസ്. ബെൻസീനെ ഫീനോൾ ആക്കുന്നു, ഫീനോളിനെ ബെൻസോക്യൂനോൾ ആക്കുന്നു, അനിലീനെ ഫീനോൾ ആക്കുന്നു, ക്യൂമീനെ ഫീനോൾ ആക്കുന്നു. ഇത്രയും കൺവേർഷൻസ് ആണ് ആൽക്കഹോളിന്റെ കേസിൽ നിന്ന് ചോദിക്കുന്നത്. അത് കൂടാതെ നമ്മൾ 4 കേസ് പഠിച്ചായിരുന്നു. റിയാക്ഷൻസ്, കോപ്സ് റിയാക്ഷനും റൈമർ-തേമൻ റിയാക്ഷനും, പിന്നെ 4 കൺവേർഷൻസ്. ഇത്രയുമാണ് നമ്മൾ എന്തിന്റെ സെക്ഷനിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മുടെ ആൽക്കഹോളിന്റെ സെക്ഷനിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, ആ കൺവേർഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. എഴുതാനും അറിഞ്ഞിരിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. സോ കൺവേർഷൻസ് 4 പഠിച്ചെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി അടുത്തത് ആൽക്കഹോളിനെ തിരിച്ചറിയുന്ന ടെസ്റ്റുകളാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ് ആണ്, ഡിറ്റക്ഷൻ ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിനെ തിരിച്ചറിയുന്ന ടെസ്റ്റുകളാണ്. അതിലൊന്നാമത്തെ ലൂക്കാസ് ടെസ്റ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ മിക്സറാണെന്ന് ചോദിച്ചാൽ HCl-ൻ്റെയും ZnCl2-ൻ്റെയും മിക്സ്ചറാണ്. അതിൽ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി തരും, പറഞ്ഞുതരാം. സെക്കൻഡറി ആണെങ്കിൽ ടർബിഡിറ്റി ആഫ്റ്റർ 5 minutes. ഇനി പ്രൈമറി ആണെങ്കിൽ ടർബിഡിറ്റി ഓൺ ഹീറ്റിംഗ്. ഇതാണ് ഡിറ്റക്ഷൻ. അതായത് നമുക്ക് പ്രൈമറി ആൽക്കഹോൾ ആണോ, സെക്കൻഡറി ആൽക്കഹോൾ ആണോ, ടെർഷറി ആൽക്കഹോൾ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് അത് ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേര് ലൂക്കാസ് ടെസ്റ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റിൽ എടുക്കുന്ന മിക്സ്ചർ HCl-ൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും മിക്സ്ചറാണ്. നമുക്ക് ടെറിഷറി ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു സാധനം തന്നെ ടെറിഷറി ആണോ, സെക്കൻഡറി ആണോ, പ്രൈമറി ആണോ എന്ന് ചോദിക്കുന്നു. നമ്മൾ ലൂക്കാസ് റിയേജന്റ് ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ടർബിഡിറ്റി നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം കണക്കുന്നാവും. ഓക്കെ, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ടെറിഷറി. കുറച്ച് നേരം ഇട്ട ഉടനെ തന്നെ ടർബിഡിറ്റി കിട്ടിയാൽ ടെറിഷറി. ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് ടർബിഡിറ്റി കിട്ടുന്നതെങ്കിൽ സെക്കൻഡറി. കുറേ നേരം കഴിഞ്ഞാൽ ടർബിഡിറ്റി കിട്ടുന്നത്, പക്ഷേ ചൂടാക്കിയപ്പോൾ ടർബിഡിറ്റി കിട്ടി, അങ്ങനെയാണെങ്കിൽ പ്രൈമറി. ഇതാണ് ലൂക്കാസ് ടെസ്റ്റ്. സോ ലൂക്കാസ് ടെസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്, ഡിറ്റക്ഷൻ ഓഫ് നമ്മളുടെ ആൽക്കഹോൾസ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. സോ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ പിന്നെ ആൽക്കഹോൾസിൽ നിന്ന് അത്രയും നമുക്ക് ചോദിച്ചിട്ടുള്ളൂ കോമൺ ആയിട്ട്. ഓക്കെ, പിന്നെ ഈതറിലോട്ട് പോകണം. ഇത്രയും ആൽക്കഹോളിന്റെ കേസാണ്. ആൽക്കഹോളിന്റെ കൺവേർഷൻസ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ബെൻസീൻ ടു ഫീനോൾ, ഫീനോൾ ടു ബെൻസോക്യൂനോൺ, പിന്നെ അനിലീൻ ടു ഫീനോൾ, ക്യൂമീൻ ടു ഫീനോൾ, പിന്നെ ബെൻസീൻ്റെ ഒരു ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ, ലൂക്കാസ് ടെസ്റ്റ്. സോ ആൽക്കഹോൾസ് കഴിഞ്ഞു. ഇനി ഈതറിലോട്ട് പോകാം. അതിൽ പ്രൈമറി ആണെങ്കിൽ ടർബിഡിറ്റി പെട്ടെന്ന് തരത്തില്ല, സെക്കൻഡറി ആണെങ്കിൽ ടർബിഡിറ്റി കിട്ടും 5 മിനിറ്റിന് ശേഷം, ടെർഷറി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഈതറിൻ്റെ ഇത് ഇത്രയും ആൽക്കഹോളിൻ്റെ ആണ് കേട്ടോ. ഇതും ആൽക്കഹോളിൻ്റെ ആണ് കേട്ടോ. എല്ലാം ആൽക്കഹോളിൻ്റെ ആണ്. ആൽക്കഹോൾ ഇത്രയും കാര്യങ്ങൾ ആൽക്കഹോളിൽ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഈതറിലോട്ട് പോവാണ്. ഈതറിനകത്ത് നമ്മൾ വില്യംസൺ ഈതർ സിന്തസിസ്, അത് ഇതിനകത്താണ് പഠിക്കുന്നത്. നമ്മൾ വില്യംസൺ ഈതർ സിന്തസിസ് ഇല്ലേ, വില്യംസൺ ഈതർ സിന്തസിസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച അതേ സെയിം സിന്തസിസ് തന്നെ, മാറ്റമൊന്നുമില്ല. വില്യംസൺ ഈതർ സിന്തസിസ് അത് എന്താക്കി മാറ്റാനായിരുന്നു വില്യംസൺ ഈതർ സിന്തസിസ്? വില്യംസൺ ഈതർ സിന്തസിസ് ആൽക്കൈൽ ഹാലൈഡിനെ ഈതറാക്കി മാറ്റാം. അതായിരുന്നു വില്യംസൺ സിന്തസിസ് യൂസ് ചെയ്യുന്ന. പിന്നെ ഇതിനകത്ത് 2-3 കൺവേർഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കൺവേർഷൻ എന്ന് പറയുന്നത് അനിസോൾ ഒരു കൺവേർഷൻ ഉള്ളൂ കേട്ടോ. അനിസോൾ ടു പാരാബ്രോമോ അനിസോൾ. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചാണ്. ഇതാണ് അനിസോൾ, OCH3 അനിസോൾ. അതിനകത്തോട്ട് ബ്രോമിൻ ആഡ് ചെയ്യുക. ബ്രോമിനിൻ എത്തനോയിക് ആസിഡ് നമുക്ക് കിട്ടുന്നു OCH3Br, പാരാബ്രോമോ അനിസോൾ. മതി. ഇതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൽ. വേറെ ഇതിനകത്ത് പിന്നെ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ആൽക്കഹോൾസിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആൽക്കഹോൾസ് ഉണ്ട്. മറ്റേ എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ, മറ്റേ വുഡ് സ്പിരിറ്റ്, പിന്നെ റെക്ടിഫൈഡ് സ്പിരിറ്റ്, വാഷ്. നിങ്ങൾ അത് 10th പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ഈ പറയുന്ന കൺവേർഷൻസ് എല്ലാം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ആൽക്കഹോൾസിന് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, മറ്റേ ഓക്സിഡേഷൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആൽക്കഹോൾസ് മറ്റേ
ഓക്സിഡേഷൻ നടത്തുന്ന ഒരു ടെസ്റ്റുകളുണ്ട്. ആ ഓരോ ടെസ്റ്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടോ. കാരണം ആൽക്കഹോളിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അവർ ആൽഡിഹൈഡാക്കി മാറ്റും. ആൽഡിഹൈഡിനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആസിഡായിട്ട് മാറും. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ലൂക്കാസ് ടെസ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. ലൂക്കാസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് വേണ്ടത്. അതിനകത്ത് ആൽക്കഹോളിൻ്റെയും ഫീനോളിൻ്റെയും കൺവേർഷൻസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത്. ആൽക്കഹോൾ, ഫീനോൾ അതിൻ്റെയാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അതിനകത്ത് ഈ കൺവേർഷൻസ് ആണ് എപ്പോഴും ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മെറ്റൈനകത്ത് നമുക്ക് കുറേ കൺവേർഷൻസ് വരുന്നുണ്ട്. നിങ്ങളത് കണ്ടു കാണും. 10 നെയിം റിയാക്ഷൻസ് ഉണ്ട്, 10 കൺവേർഷൻസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ 1, 2 ഒരു നെയിം റിയാക്ഷൻ അവിടെ നിന്ന് വന്നതാണ്. പിന്നെ ഇത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, അനിസോളിനെ പാരാബ്രോമാനിസോൾ ആക്കും. ഇത്രയുമാണ് നമുക്ക് ഈ 2 ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ്. റിയാക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക, ടെസ്റ്റുകളൊക്കെ ഓർത്ത് വെച്ചേക്കുക. റിയാക്ഷൻ പഠിക്കുമ്പോഴത്തേക്ക് കാണാതെ പഠിച്ചാൽ പോരാ, എന്ത് മാറ്റം വരുന്നു, എന്തായിട്ട് മാറുന്നു, എന്ത് റിയേജൻ്റാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് പഠിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഓർഗാനിക്കിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.